ഇപ്പോഴത്തെ പുതിയ കാലത്ത് AI ഒക്കെ ഉപയോഗിച്ചിട്ട് സാധാരണക്കാർ വരെ മസ്അലകളും മറ്റൊക്കെ തേടുന്ന കാലമാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ സനദകളുടെ പ്രാധാന്യം കുറയുകയാണെന്നുള്ളതാണ്. അല്ല, ഞാൻ ഇന്നലെ AI-നോട് ഒരു ചോദ്യം ചോദിച്ചു. അത് മസ്അലയല്ല, മസ്അല AI-നോട് ചോദിക്കേണ്ടതല്ല, അത് കിതാബ് എടുത്ത് നോക്കേണ്ട സംഗതിയാണ്. AI-നോട് ചോദിച്ചത് കൊട്ടപ്പുറം സംവാദം നടന്നത് ഏത് കൊല്ലത്തിലായിരുന്നു എന്നാണ്. അപ്പോൾ AI പറഞ്ഞത് അതിൻ്റെ ചരിത്രം ലഭ്യമല്ല എന്നാണ്. ഇന്ന് നിങ്ങൾ ചോദിച്ചാലും ചിലപ്പോൾ അതിനായിരിക്കും മറുപടി. പക്ഷേ നാളെ ആരെങ്കിലും അതിൻ്റെ ഡേറ്റ് ഇന്നതാണ് എന്ന് അവർക്ക് വിവരം കൊടുത്താൽ ചിലപ്പോൾ അവർ നാളെ അത് മാറ്റി പറഞ്ഞു എന്ന് വരും. അപ്പം അവർക്ക് മറ്റുള്ളവർ കൊടുക്കുന്ന അറിവനുസരിച്ചാണ് അവർ പറയുന്നത്. അവർക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്തത് ഒരു പുത്തൻവാദിയാണെങ്കിൽ അവർ ആ പുത്തൻവാദം അനുസരിച്ച് പറയും. ഒരു സുന്നി ആശയമാണ് പറഞ്ഞു കൊടുത്തെങ്കിൽ സുന്നി ആശയം അനുസരിച്ച് പറയും. അതുകൊണ്ട് AI എന്ന് പറയുന്നത് ഒരു തുടരപ്പെടാൻ പറ്റുന്ന ഇമാമല്ല, മറിച്ച് അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിവുള്ളവരും അറിവില്ലാത്തവരൊക്കെ അവരുടെ അറിവ് കൈമാറിയിട്ട് അത് പ്രതിഫലിപ്പിക്കുന്ന ഒരു സാധനം മാത്രമാണ് AI എന്ന് പറയുന്നത്. ഉസ്താദ്, നാദാപുരം ഖണ്ഡനത്തിലൊക്കെ ഒരു ഖണ്ഡനം തന്നെ അതിന് നല്ല രൂപത്തിൽ സമയം ചെലവഴിച്ചത് സനദ് നിർബന്ധമാണ്, മതത്തിൽ സനദ് ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് എന്ന് തുടങ്ങി ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ച് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സനദ് ഉസ്താദിൻ്റെ സനദ് കൃത്യമായി അവതരിപ്പിക്കുകയും ശേഷം പ്രതിയോഗിയോട് വളരെ നല്ല രൂപത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഉസ്താദ് ചോദിച്ചു, നിങ്ങളെ സനദ് കൊണ്ടുപോവാ. പലവട്ടം ഉസ്താദ് ചോദിച്ചു. അവസാനം ഉസ്താദ് അവതരിപ്പിച്ച അതേ സനദ് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. KM മൗലവിയും ഉമ്മർ മൗലവിയും അവസാനം എത്തിച്ചേർന്നത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയിലേക്കാണ്. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആണെങ്കിൽ സുന്നിയാണെന്ന് അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചത് ഉസ്താദ് സമർത്ഥിക്കുകയും ചെയ്തു. അതോടുകൂടി സനദ് മുറിയാണ്. എൻ്റെ ചോദ്യം, സനദിനെ കുറിച്ച് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അതായത് അവർക്ക് ഉസ്താദുമാരുണ്ട്, അവരും പഠിക്കുന്നുണ്ട്, അവരും ബിരുദം വാങ്ങുന്നുണ്ട്, എല്ലാം അവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ പുതിയ കാലത്ത് ഈ സനദിനെ കുറിച്ച് എന്താണ് ആ ഒരു തലത്തിൽ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ സന്തോഷമായിരുന്നു. 1996-97 കാലത്തായിരിക്കും വാഴക്കാട് സംവാദം നടന്നത്. അതിൻ്റെ ശേഷമാണ്, അതിനോടനുബന്ധിച്ചാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2005-2006 ഏകദേശം ആ കാലത്താണ് നാദാപുരം ഖണ്ഡനം നടക്കുന്നത്. ആ രണ്ട് ഖണ്ഡനത്തിനിടയിൽ ഏകദേശം ഒരു 5-8 വർഷം അല്ലെങ്കിൽ 5-10 വർഷത്തെ നീളമുണ്ടാകാൻ സാധ്യതയുണ്ട്. സനദ് എന്ന് പറയുന്നത് അടിസ്ഥാനം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. നമ്മൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എവിടുന്നോ വീണ് കിട്ടിയത് അല്ല. ദീനിൻ്റെ അറിവുകളും ദീനിൻ്റെ ഇൽമും നമുക്ക് എവിടെ നിന്നോ ആരും അറിയാതെ കിട്ടിയതല്ല, മറിച്ച് അത് കൃത്യമായ പരമ്പരയിലൂടെ ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഉന്നതമായ ഗ്രന്ഥങ്ങളുടെ ഏറ്റവും വലിയ മഹത്വം തന്നെ അതിൻ്റെ സനദ് വളരെ കൃത്യവും സത്യസന്ധവും ആണ് എന്നതാണ്. ചില കിതാബുകൾക്ക് സഹീഹുൽ ബുഖാരിയുടെ അത്രത്തോളം പ്രാഗൽഭ്യം ഇല്ലാതെ പോകാൻ കാരണം അതിൻ്റെ സനദിൽ പലതും അത് വേണ്ടതുപോലെ 100% കൃത്യതയും അത് സത്യസന്ധവും ആണോ എന്നതിൽ സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സനദ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാം പഠിക്കുകയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഓരോ കിതാബുകൾക്കും നമ്മുടെ മുൻഗാമികൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ആ ദീനിൻ്റെ ഇൽമ് കിട്ടിയതിന് ഉള്ള പരമ്പര, അതാണ് സനദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നേരെ മുന്നേയുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഇൽമു പഠിക്കുകയും ശേഷം അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഒരാളാണ് എന്ന് പ്രഖ്യാപിക്കുകയുമാണെങ്കിൽ എൻ്റെ സനദ് എനിക്ക് അങ്ങോട്ട് ഇല്ല, അവിടെ വെച്ച് തീർന്നു എന്നത് ഉറപ്പാണ്.
അപ്പോൾ പുത്തൻവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സനദില്ല എന്ന് നമ്മൾ പറയുന്നത് അവരുടെ ഗുരുനാഥന്മാർ പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് അവർ പുറംചാടിപ്പോവുകയും ഗുരുനാഥന്മാർ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് അവരവിടെ വെച്ച് അത് കട്ട് ചെയ്ത് കളഞ്ഞു. അത് തന്നെയാണ് മൗദൂദിയും ഞാൻ ഇതുവരെ തുടർന്നു വരുന്ന മതത്തിൻ്റെ മാല എൻ്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൗദൂദി രംഗത്ത് വന്നത്. അതുപോലെ പുത്തൻവാദികളെല്ലാവരും അവർ സ്വന്തത്തിൽ ഒരു മതം ഉണ്ടാക്കുകയാണ്. ആ മതം ഉണ്ടാക്കുമ്പോൾ നേരത്തെ ഉള്ള ആളുകളുടെ പരമ്പര അവർക്ക് ആ ആശയത്തിലൊന്നും തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അപ്പോൾ നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ ചാലിലകത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി നവറല്ലാഹു മർക്കദഹു മഹാനവറുകൾ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളുടെ ഗുരുവര്യരാണ്. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഉമർ മൗലവി അടക്കം അദ്ദേഹം സുന്നിയല്ല, അദ്ദേഹം ഒരു ഖുറാഫിയായിരുന്നു എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം മുജാഹിദല്ല എന്നാണ്. അപ്പോൾ അദ്ദേഹം മൗലിദ് ഓതുന്ന ആളാണ്, അതുപോലെ തവസ്സുൽ ചെയ്യുന്ന ആളാണ്, ഇസ്തിഗാഥ ചെയ്യുന്ന ആളാണ്, അതിനെയൊക്കെ അംഗീകരിക്കുന്ന ആളാണ്. അപ്പോൾ അത് അംഗീകരിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് ഇവരുടെ വാദം. ആ വാദമനുസരിച്ച് അവരുടെ ഗുരുവര്യനുമായുള്ള ബന്ധം, ആത്മീയമായ ബന്ധം അവിടെ വെച്ച് മുറിഞ്ഞു പോയിരിക്കുന്നു. പിന്നെ ഇവർക്ക് ഇത് എവിടുന്ന് കിട്ടി എന്ന ചോദ്യത്തിന് അവർക്കതിന് കൃത്യമായ മറുപടി പറയാൻ കഴിയില്ല. അത് പൈശാചികമായ ഒരു സന്ദേശത്തിൽ നിന്ന് പിശാചി അവരെ വഴിപിഴപ്പിച്ചതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മുൻകാലത്തുള്ള ആളുകളും അങ്ങനെ തന്നെയാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ ദർസിൽ പഠിച്ചുകൊണ്ടിരുന്ന വാസിൽ ഇബ്നു അത്വാ എന്ന് പറയുന്ന മനുഷ്യൻ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ ആശയത്തിന് വ്യതിചലിച്ചുകൊണ്ടാണ് മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷികൾക്ക് രൂപമുണ്ടായ ഇത്തിസാലി വിശ്വാസം എന്ന് പറയുന്നത് രൂപപ്പെട്ടത്. ഇതേപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും മറ്റും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അവർ മുശ്രിക്കാണ് എന്ന് വാദിച്ച ഖവാരിജി പുറപ്പെട്ടത്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ പുത്തൻവാദികളും അവരുടെ മുൻഗാമികളായ ആളുകളെ തള്ളിപ്പറഞ്ഞ് അവർ സ്വന്തത്തിൽ പുതിയ ആശയം രൂപീകരിക്കുന്നു എന്നതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് പുത്തൻ ആശയക്കാർ എന്ന് പറയുന്നത്. പുത്തൻ ആശയം എന്ന് അവരുടെ ആശയത്തെക്കുറിച്ച് പറയുന്നതും അതുകൊണ്ടാണ്. അപ്പം അവർക്ക് സനദില്ല എന്നത് വളരെ കൃത്യമാണ്. നിങ്ങളുടെ സനത് തന്നെയാണ് ഞങ്ങളുടെ സനതും എന്ന് പറഞ്ഞാൽ അവരും ഇവരും വിശ്വാസത്തിൽ യോജിക്കണം. ഏതെങ്കിലും ഒരു ഫുറൂഇയായ കർമ്മപരമായ ഒരു മസ്അലയിലുണ്ടാകുന്ന ഭിന്നത പോലെയല്ല മുസ്ലിമാണോ മുശ്രിക്കാണോ എന്ന ചർച്ച. ഒരു ഇമാമും അവരുടെ മുൻഗാമികളെ സംബന്ധിച്ച് ആ ഇമാമും മുശ്രിക്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സനത് ആരും ഇന്നേ വരെയും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതിന് അർത്ഥവും ഇല്ല. ഒരു മുശ്രിക്കായ അബൂജഹലിനെ മുൻനിർത്തിയിട്ട് അബൂജഹലാണ് ഇതിൽ എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ കഥ? അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് സനത് ഇല്ല, നമുക്ക് സനത് ഉണ്ട്. അതാണ് ശരി.